ഹലോ അസ്സാം വലൈക്കും സമീർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മാക്രോണി പാസ്ത തയ്യാറാക്കി നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്, എൻ്റെ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സിമ്പിളാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മാക്രോണി പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഒന്ന് ചൂടായൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ പാസ്ത തട്ടിയിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതവിടെ കിടന്ന് വേവട്ടെ. നമുക്കതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, 4-5 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചോപ്പ് ചെയ്യാം എല്ലാം കൂടി. നമ്മൾ വെച്ചിട്ടുള്ള സാധനം വെന്തോന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ വേവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. നമ്മുടെ മക്രോണി വെന്തിട്ടുണ്ട്. നമുക്കിനി അത് ഊറ്റിയെടുക്കാം. ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടുള്ള മസാലകൾ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഏത് ഓയിലായാലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെയും കടുവാറ. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴഞ്ഞു വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേരുവകൾ ഇടാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സാധനം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഞാൻ എൻ്റെ മോനെയാണ് കേട്ടോ വിളിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു കൊള്ളാമെന്ന്. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.